ഹായ് ഡിയേഴ്സ്, എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാവുന്നതാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താ നമ്മളുടെ ടേസ്റ്റി ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3/4 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴുകി വൃത്തിയാക്കിയത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയുടെ റെസിപ്പിയാണ്. ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റമാണ്. അപ്പോൾ ഒരു 3 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി നീളത്തിൽ കട്ട് ചെയ്തത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റിയൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇത്രയും മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തതാണ്, പേസ്റ്റാണിത്. അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 6 പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ. പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തക്കാളി, ഇത്രയാണ് പേസ്റ്റാക്കി ഞാൻ അരച്ചെടുത്തത്. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അളവിൽ മുളക് പൊടി, 2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറിക്ക് വേണ്ട മസാലാസ് എല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് എണ്ണയാണ് ഒഴിക്കേണ്ടത്. നമ്മൾക്ക് എണ്ണ ഏതാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഒരു 3 സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ട അളവിലുള്ള എണ്ണ ഇപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ എണ്ണയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇപ്പോൾ തന്നെ എണ്ണ വേണ്ടത്ര അളവിൽ എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ സാധാരണ ഒരുപാട് സമയം എടുത്തിട്ടാണല്ലേ ചിക്കൻ കറിയൊക്കെ വെക്കാറ്. അതായത് സവോളയൊക്കെ അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലതായിട്ട് വഴറ്റി ഒരുപാട് ടൈം എടുത്താണ് നമ്മൾ ഈ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത്. എന്നാൽ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയോ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിക്ക്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചിട്ട് ലീഫ് ഇട്ട് കൊടുക്കാം. ഇനിയും ഒരു രണ്ട് ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഇനിയും ഒരു ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ല മിക്സ് ചെയ്ത് എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മൾ സ്പൂൺ ഉപയോഗിക്കുന്നതിന് പകരം നമ്മളുടെ കൈകൊണ്ട് നല്ല തിരുമ്മി യോജിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ സവോളയും എല്ലാം നല്ല ചിക്കനിൽ മസാലയും എല്ലാം നല്ല ചിക്കനിൽ പിടിക്കുന്നതാണ്. അപ്പോൾ കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ നമുക്ക് കൈകൊണ്ട് തിരുമ്മാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, മുളകൊക്കെ ഉള്ളത് കാരണം. അപ്പം സ്പൂൺ കൊണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാവുന്നതാണ്. പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇത് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ചിക്കൻ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഒന്ന് തുറന്ന് നോക്കാം. നമ്മളുടെ ചിക്കനെല്ലാം നല്ല എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പം എനിക്ക് ഗ്രേവി ഇല്ല, ചിക്കനിലെ വെള്ളം തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച്
ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റമാണ് കേട്ടോ. മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില ആയിരുന്നാലും മതിയാകും. കറിവേപ്പില ആണെങ്കിൽ നേരത്തെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിയില ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് നിർത്തുന്ന ടൈമിൽ നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് കസൂരി മെത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവാപ്പൊടി, ഒരു പിഞ്ച് അളവിൽ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കസൂരി മെത്തി ഉണ്ടെങ്കിൽ കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താ നമ്മളുടെ ഈസി ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.